എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴയ്ക്ക് വന്ന റോഡിലായിട്ട് ആനപ്പാറ സ്ഥലത്താണ്. എക്സോട്ടിക് ആനിമൽസ്, എക്സോട്ടിക് ബേർഡ്സിൻ്റെ ഒക്കെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അത് ആദ്യമായിട്ട് കണ്ടു തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നേ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു അംബർല കൊക്കറ്റുമാണ് കേട്ടോ. ഏകദേശം ഒരു 3 വയസ്സോളം പ്രായമായ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സംസാരിക്കുന്ന ഒരു ബേർഡാണ് കേട്ടോ ഇത്. ടേംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേംഡാണ്. നമ്മൾ കൂട്ടിലൊന്നും ഇടാറേ ഇല്ല. എപ്പോൾ നോക്കിയാലും അവർ പുറത്തഴിച്ചു വിടുന്നതാണ്. പിന്നെ നമ്മൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമാണ് ആളെ ആകെ നമ്മൾ കേജിൽ ഇടാറുള്ളത്. അല്ലാത്ത സമയത്തെല്ലാം നമ്മൾ ഫുള്ള് തുറന്നു വിട്ടിരിക്കുന്നതാണ് കേട്ടോ ഷോപ്പിൽ. ഭയങ്കര ടേംഡാണ്. അപ്പോൾ ഇത്രയും നല്ല രീതിക്ക് ടേംഡായിട്ടുള്ള ബേർഡുകളെയൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളി ടേംഡ് എന്ന് വെച്ചാൽ രക്ഷയില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആളുടെ ക്രസ്റ്റ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൾ കുറച്ച് ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ക്രസ്റ്റ് ഇങ്ങനെ ഇതാക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് നല്ല ഇതായിട്ടിരിക്കുന്നതാണ്. നമ്മളുള്ളത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ല നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കാണാമെന്ന് വെച്ചാൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിൻ്റെ ഫുള്ളി ടേംഡ് ഉള്ള ഒരു ബേർഡാണ് കേട്ടോ. ഏകദേശം ഒരു 4 മാസത്തോളമായ ഫുള്ളി ടേംഡ് ഉള്ള ഒരു ബേർഡാണ്. സപ്പോർട്ട് ഫീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ ബൊലീവിയൻ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവാണ്. അത്യാവശ്യം നല്ല ഹെവി സൈസായിട്ടുള്ളൊരു ബേർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും നല്ല ക്വാളിറ്റിയാണ്. സെൽഫ് ഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ബേർഡാണ് കേട്ടോ. അപ്പം ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് നല്ല ക്വാളിറ്റി ഉള്ളതിനൊക്കെ നോക്കിയിരുന്നവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നേ ഒരു മീഡിയം സൾഫർ കോക്കറ്റിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേർഡാണ് കേട്ടോ. അതിന് ഏതാണ്ട് ഇവനാണ് അതിനെ ഫുള്ളായിട്ട് നോക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവൻ വിളിച്ചാൽ മാത്രമേ അത് വരികയും അവൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. ഡാൻസ് കളിപ്പിക്കണം കേട്ടോ. ഇതാണ് ആളുടെ ഇതെന്ന് പറഞ്ഞാൽ. അവനുമായിട്ടാണ് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവൻ പറഞ്ഞാൽ അപ്പം ഡാൻസ് കളിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടൈം ആയിട്ടുള്ള സൾഫർ കോക്കറ്റ് ആണ് കേട്ടോ. നമുക്ക് അതിന് ഓഫർ പ്രൈസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യമുള്ളത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതായിട്ട് നമ്മൾ കാണാമെന്ന് വെച്ചാൽ സൺകുണിയൂറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ഏകദേശം ഒരു 3 വയസ്സോളം പ്രായമായ സെമി ടൈംഡ് ആയിട്ടുള്ളൊരു പ്രൂവൺ ബ്രീഡിംഗ് പെയറാണ്. വലിയ ഇണക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പച്ചയായിട്ട് ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പെയറാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെവി ക്വാളിറ്റി ഫുള്ള് കളറേഷനും കാര്യങ്ങളൊക്കെ നല്ല കിടിലം ഒരു പെയറാണ്. നല്ല ബോണ്ടിങ്ങിലാണ്. അവരിപ്പോൾ മീറ്റിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് മുട്ടയിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് കാര്യമാണ്. അതുകൊണ്ടാണ് കുറച്ച് ആ മൂവ്മെൻ്റ് ശ്രദ്ധിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഓൾക്കെല്ലാം ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് വെച്ചാൽ ലോറി കിറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് കാർഡിനൽ ലോറി. പുതിയ അങ്ങനെ ആരെയും ഇല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. കാർഡിനൽ ലോറിയുടെ ഒരു അഡൽട്ട് പെയർ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 1.5 ഇയറൊക്കെ ഒരു പെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലോസറിംഗ് ആയിട്ടുള്ള ബേർഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ലോറികളൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയ ബേർഡാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഓൾക്കെല്ലാം സൗകര്യം അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ബേർഡുമാണ്. നമ്മൾ കാണാമെന്ന് വെച്ചാൽ ബ്രൗൺ ലോറിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ബ്രീഡിംഗ് പെയർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്രീഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നൊരു പെയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്മാരിപ്പോൾ ബ്രീഡിങ്ങിന് സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര അഗ്രഷനാണ്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെയിലാണ് കേട്ടോ. ഭയങ്കര അഗ്രഷൻ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിട്ട് ബൈറ്റ് ചെയ്യും. അത്ര നല്ല അഗ്രഷനായിട്ടിരിക്കുന്ന ടോപ്പ് ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് പെയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഹെവി ക്വാളിറ്റി ക്ലോസറിംഗ് ആയിട്ടുള്ളൊരു ബേർഡാണ്. അപ്പം നല്ല പ്രൂവൺ പെയർ ബ്രൗൺ ലോറികളൊക്കെ നോക്കിയിരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ഒരേ ഒരു പെയർ മാത്രമേ ഉള്ളൂ. നല്ല രീതിക്ക് തന്നെ ബ്രീഡായി കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് നോക്കുന്നൊരു പെയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളോട്ട് കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് വെച്ചാൽ ഷുഗർ ഗ്ലൈഡേഴ്സ് ആണ് കേട്ടോ. ഈ കേജിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ലൂസിയാണ്. 2 വെറൈറ്റി കിടപ്പുണ്ട് കേട്ടോ. ഈ ലൂസി എന്ന് പറയുമ്പോൾ ഫുൾ വൈറ്റ് കൊണ്ട് ബ്ലാക്ക് ഐ ആയിരിക്കും. എല്ലാം എന്ന് പറയുമ്പോൾ ഷെയ്ഡ് വന്നിട്ട് വൈറ്റിനകത്ത് കുറച്ച് ഷെയ്ഡ് വന്നിട്ട് റെഡ് ഐ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള 2 പീസാണ്. 2 മെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളോട്ട് കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നത് ഈ ഏവിയറിക്കകത്തൊക്കെ നല്ല ഭംഗിയുള്ള ബേർഡുകളെ ഇടാനായിട്ട് നോക്കിയിരുന്നവർക്കുണ്ടെങ്കിൽ പറ്റിയ 2 പീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 2 ഫീമെയിലാണ് കേട്ടോ. പ്രൂവൺ ഫീമെയിലുകളാണ്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന 2 ഫീമെയിലുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കിടിലം ക്വാളിറ്റി കിടിലം കളറേഷനുമാണ്. ഈ ഏവിയറിയിൽ ഫിഞ്ചസ്, ജാവ അങ്ങനെയുള്ള ബേർഡുകളെ ഇട്ട് എൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് ഇട്ട് വളർത്താൻ പറ്റുന്ന ബേർഡ് കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് വെച്ചാൽ ആഫ്രിക്കൻ ഫിഷർ വെറൈറ്റീസ് ആണ് കേട്ടോ. ഈ കേജിലുള്ളതെല്ലാം യെല്ലോ ഫിഷർ വെറൈറ്റീസിൽ പെട്ട ആഫ്രിക്കൻ ബേർഡാണ്. ഒരു പീസ് മാത്രമേ പീച്ച് വെറൈറ്റി ഉണ്ട്. ബാക്കിയെല്ലാം യെല്ലോ ഫിഷർ വെറൈറ്റീസാണ്. നമ്മുടെ ഈ ഒരു കേജിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീച്ച് വെറൈറ്റീസും ഫിഷർ വെറൈറ്റീസും മാസ്കും എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്ന കുറച്ച് ബേർഡുകളാണ് ഈ കേജിനകത്തുള്ളത്. നമ്മുടെ ഈ കേജിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു പീസ് വന്നിട്ട് ആൽബിനോ ഫിഷറുണ്ട്. ബാക്കിയെല്ലാം ലൂട്ടിനോ പീച്ച് വെറൈറ്റിയാണ് കേട്ടോ. ടോട്ടലൊരു 10 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് വെച്ചാൽ ജാവ സ്പാരോസ് ആണ് കേട്ടോ. ജാവ ഫിഞ്ചസിൻ്റെ കുറേ
അഡൽട്ട് ആയിട്ടുള്ള ബേഡുകൾ നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. കുറേന്ന് വെച്ചാൽ കുറച്ചധികം ബേഡുകളുണ്ട് കേട്ടോ. എല്ലാം വന്നിട്ട് ബ്രീഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി ബേഡുകളാണ്. അത് വൈറ്റും ഉണ്ട്, നോർമൽ ബ്ലാക്കും ഉണ്ട്. അപ്പം കോളനി സെറ്റപ്പിലൊക്കെ ബ്രീഡ് ചെയ്യിക്കാൻ നോക്കിയിരുന്നവർക്ക് പറ്റിയ ബേഡുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ അഡൽട്ട് ആയിട്ടുള്ള ബേഡുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന എല്ലാ പെറ്റ്സിനും ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഓൾ കേരള ഡെലിവറി സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും.